ലോക ഭൂപടത്തിൽ സൗദി അറേബ്യയെ നമ്മൾ അടയാളപ്പെടുത്താറുള്ളത് കത്തുന്ന മണലാരണ്യങ്ങളുടെയും അത്യുഷ്ണമുള്ള കാലാവസ്ഥയുടെയും പേരിലാണ്. രാജ്യത്തിന്റെ 80 മുതൽ 95% വരെ മരുഭൂമിയോ അല്ലെങ്കിൽ വരണ്ട പ്രദേശങ്ങളോ ആണ്. മഴ അവിടെ ഒരു സ്വപ്നം മാത്രം. താപനിലയാകട്ടെ മിക്കപ്പോഴും 40 ഡിഗ്രി സെന്റിഗ്രേഡിനും മുകളിൽ. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് മരുഭൂമിയുടെ നടുവിൽ കൂട്ടിയിട്ടിരിക്കുന്ന മീനുകളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും 10,000 ടൺ മീനുകൾ. എങ്കിൽ നിങ്ങൾ കേട്ടത് ശരിയാണ്. മത്സ്യങ്ങളെ ഉപയോഗപ്പെടുത്തി മരുഭൂമികളെ സാധാരണ നിലങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ. വെള്ളത്തിനടിയിലെ ജീവികൾ എങ്ങനെയാണ് സൗദിയുടെ വരണ്ട മരുഭൂമിയെ പച്ചപ്പുള്ള പ്രദേശമാക്കി മാറ്റുന്നത് എന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോവുകയാണ്. ആ അറിവുകൾ പലതും ഞെട്ടലോടെ അല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാൽ വീഡിയോ ആദ്യാവസാനം കാണാനും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അപേക്ഷിക്കുന്നു. സൗദി അറേബ്യയ്ക്ക് വലിയൊരു കടൽ തീരം സ്വന്തമായുണ്ട്. കിഴക്ക് പേർഷ്യൻ ഗൾഫ് തീരത്തിന് ഏകദേശം 600 കിലോമീറ്റർ നീളമുണ്ട്. പടിഞ്ഞാറ് ചെങ്കടൽ തീരമാകട്ടെ 1750 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ടുതന്നെ മീൻപിടുത്തക്കാർക്ക് ആവശ്യത്തിന് മീൻ പിടിക്കാൻ സ്ഥലമുണ്ട്. ഒരു കാലത്ത് സൗദി അറേബ്യയിൽ മത്സ്യബന്ധനം വലിയൊരു വ്യവസായമായിരുന്നു. 2012 രാജ്യം ഏകദേശം 88,000 ടൺ സമുദ്ര ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. എന്നാൽ അതിൽ വെറും 19.5%, അതായത് 17,200 ടൺ മാത്രമാണ് നിയന്ത്രിത സാഹചര്യങ്ങളിൽ വളർത്തുന്ന മത്സ്യങ്ങളിൽ നിന്ന് ലഭിച്ചത്. അതായത് അക്കാലത്ത് കടലിനെയാണ് സൗദി പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത്. കാലം മുന്നോട്ടു പോയപ്പോൾ കടൽ വിഭവങ്ങൾ കുറഞ്ഞു തുടങ്ങി. അനിയന്ത്രിതമായ മത്സ്യബന്ധനം കാരണം പല കടലുകളും ദുരിതത്തിലായി. അങ്ങനെയാണ് സൗദി തങ്ങളുടെ മരുഭൂമിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്. സൗദി വിഷൻ 2030 എന്ന പേരിൽ 2016 ഒരു സർക്കാർ പദ്ധതിക്ക് അവർ തുടക്കമിട്ടു. 2030 എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് മാറി വരുമാനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ടൂറിസം, ഹൈടെക് വ്യവസായങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരുപാട് സ്വപ്ന പദ്ധതികൾ ഇതിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിലെ മറ്റൊരു പ്രധാന ലക്ഷ്യത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, 2030 മത്സ്യകൃഷിയിലൂടെയുള്ള ഉൽപാദനം 6 ലക്ഷം ടണ്ണായി ഉയർത്തുക എന്ന അതിസാഹസികമായ ലക്ഷ്യം. ഓർക്കണം, 2012 ഈ കണക്ക് വെറും 17,200 ടൺ മാത്രമായിരുന്നു. ഇത് അസാധ്യമെന്ന് തോന്നിയേക്കാം. പക്ഷേ സൗദിക്ക് അതിൽ നിന്നും പിന്നോട്ടു പോകാൻ മനസ്സില്ലായിരുന്നു. 2022 ആയപ്പോഴേക്കും അവരുടെ മത്സ്യകൃഷി ഉൽപാദനം 1,20,000 ടണ്ണായി ഉയർന്നു. വെറും 10 വർഷം കൊണ്ട് 7 ഇരട്ടി വളർച്ച. 2023 ഇത് വീണ്ടും 1,40,000 ടണ്ണിലെത്തി. ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം സൗദി അറേബ്യ മരുഭൂമിയിൽ മത്സ്യകൃഷിക്ക് ഊന്നൽ നൽകി തുടങ്ങി. ചെറിയ സ്വകാര്യ ഫാമുകളിൽ നൈൽ, തിലാപ്പിയ, ബരാമുണ്ടി തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തി. ഇതിനൊപ്പം വലിയ സ്ഥാപനങ്ങളും രംഗപ്രവേശം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രോൽപ്പന്ന ഉൽപ്പാദകരിൽ ഒന്നാണ് നാഖ്വ അല്ലെങ്കിൽ നാഷണൽ അക്വാകൾച്ചർ ഗ്രൂപ്പ്. ഹാച്ചറികൾ മുതൽ ഫീഡ് പ്ലാന്റുകൾ, ഫാമുകൾ, പ്രോസസ്സിംഗ് യൂണിറ്റുകൾ എന്നിങ്ങനെ ഉൽപ്പാദനത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവർ സ്വന്തമായി കൈകാര്യം ചെയ്യുന്നു. ഈ സ്ഥാപനം ഏകദേശം 1 ലക്ഷം ടൺ സമുദ്രോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അമേരിക്ക, ജപ്പാൻ, ചൈന, ഓസ്ട്രേലിയ തുടങ്ങിയ 32 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇവരിൽ പല ഫാമുകളും സ്ഥിതി ചെയ്യുന്നത് കടൽ തീരത്തിന് അടുത്തുള്ള മരുഭൂമികളിലാണ്. സാൽമൺ, ട്രൗട്ട് തുടങ്ങിയ തണുത്ത വെള്ളത്തിൽ മാത്രം വളരുന്ന മത്സ്യങ്ങളെ മരുഭൂമിയിലെ ഫാമുകളിൽ വളർത്തുന്നതിനു പിന്നിൽ അത്ഭുതകരമായ സാങ്കേതിക വിദ്യയുണ്ട്. ഹൈൽ എന്ന സ്ഥലത്തെ ഒരു ഫാമിൽ ഇതിനായി ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ചേർന്ന് താപനില, ഓക്സിജൻ, ആഹാരം എന്നിവ നിയന്ത്രിക്കാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഫാമിൽ പ്രതിവർഷം 50 ലക്ഷം സാൽമൺ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് കേവലം മത്സ്യോൽപാദനം മാത്രമല്ല, ഇതിനു പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. മരുഭൂമിക്കെതിരെയുള്ള സൗദിയുടെ പോരാട്ടത്തിൽ ഈ മത്സ്യ ഫാമുകൾ നിർണായക പങ്ക് വഹിക്കുന്നു. മീനുകളെ നമുക്ക് ജീവനുള്ള വളം ഫാക്ടറികൾ എന്ന് വിശേഷിപ്പിക്കാം. മീനുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവയുടെ വിസർജ്യങ്ങൾ വെള്ളത്തിൽ കലരുന്നു. ഇത് സാധാരണ മാലിന്യമായി തോന്നാമെങ്കിലും ഇതിൽ ചെടികൾക്ക് ആവശ്യമായ ഒരുപാട് പോഷകങ്ങളുണ്ട്. ചെടികളുടെ ഇലകളും തണ്ടുകളും വളരാൻ ഏറ്റവും ആവശ്യമായ പോഷകമാണ് നൈട്രജൻ. മത്സ്യത്തിന്റെ വിസർജ്യത്തിൽ അമോണിയ രൂപത്തിൽ നൈട്രജൻ ഉണ്ടാകും. പിന്നീട് ഇതിനെ ഉപകാരികളായ ബാക്ടീരിയകൾ നൈട്രേറ്റ് രൂപത്തിലേക്ക് മാറ്റുന്നു. അതുപോലെ ചെടികൾക്ക് ഊർജം നൽകുന്ന പോഷകമാണ് ഫോസ്ഫറസ്.
വരണ്ട കാലാവസ്ഥയിൽ ചെടികളുടെ വേരുകൾക്ക് മണ്ണിൽ കൂടുതൽ ആഴത്തിൽ ഉറച്ചു നിൽക്കാനും ജലവും പോഷകങ്ങളും വലിച്ചെടുക്കാനും ഇത് സഹായിക്കുന്നു. പൊട്ടാസ്യം ചെടിയുടെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു. വരൾച്ച പോലുള്ള സാഹചര്യങ്ങളിൽ ചെടികൾക്ക് ജലം പിടിച്ചു നിർത്താൻ ഇത് അത്യാവശ്യമാണ്. ഇവ കൂടാതെ ഇരുമ്പ്, സിങ്ക്, കോപ്പർ തുടങ്ങിയ മറ്റ് ധാതുക്കളും ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മത്സ്യഫാമുകളിലെ വെള്ളം എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഒരു പ്രകൃതിദത്ത ദ്രാവക വളമായി മാറുന്നു. മരുഭൂമിയിലെ മണ്ണിൽ ജലാംശവും പോഷകങ്ങളും തീരെ ഇല്ലാത്തതിനാൽ ഇവിടെ സസ്യങ്ങൾ വളരില്ല. എന്നാൽ ഈ വളം കലർന്ന വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് ചെടികൾക്ക് ആവശ്യമായ ജലവും പോഷകങ്ങളും നൽകുന്നു. ഈ രീതി കൃത്രിമ വളങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഈ വെള്ളത്തിലെ ജൈവ വസ്തുക്കൾ മണ്ണിന്റെ ജലാംശം നിലനിർത്താനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും മണ്ണിലെ സൂക്ഷ്മാണുക്കളെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം മരുഭൂമിയിലെ മണ്ണ് ഫലഭൂയിഷ്ഠമാക്കാൻ കാരണമാവുന്നു. ഇതൊരു കേവലം വാഗ്ദാനം മാത്രമല്ല, ഇതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. സൗദി അറേബ്യയിൽ നടത്തിയ ഒരു പഠനത്തിൽ ഈന്തപ്പനകൾ വളർത്തിയ 2 പ്ലോട്ടുകളിൽ ഒന്ന് മത്സ്യഫാമിലെ വെള്ളം ഉപയോഗിച്ചും മറ്റേത് സാധാരണ വെള്ളം ഉപയോഗിച്ചും നനച്ചു. മത്സ്യഫാമിലെ വെള്ളം ഉപയോഗിച്ച് നനച്ച പ്ലോട്ടിലെ ഈന്തപ്പഴത്തിന്റെ ഭാരം 26%, നീളം 23%, ജലാംശം 43% എന്നിങ്ങനെ വർദ്ധിച്ചു. ഇതുപോലെ തുളസി ചെടികളിലും പരീക്ഷണം നടത്തി. മത്സ്യഫാമിലെ വെള്ളം ഉപയോഗിച്ചപ്പോൾ തുളസിയുടെ ഭാരം 203% വർദ്ധിച്ചു. മത്സ്യഫാമിലെ പോഷകസമൃദ്ധമായ ജലം മണ്ണിനെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. ഇത് മണ്ണൊലിപ്പ് തടയുന്നു. മരുഭൂമിയിൽ വളരുന്ന ചെടികൾ സ്വന്തമായി ഒരു മിതമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. മരങ്ങളും കുറ്റിച്ചെടികളും തണൽ നൽകി നിലത്തെ താപനില കുറയ്ക്കുന്നു. ബാഷ്പീകരണം വഴി അന്തരീക്ഷത്തിൽ ജലാംശം വർദ്ധിപ്പിക്കുന്നു. ഇത് മറ്റു സസ്യങ്ങൾക്ക് വളരാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. ജലദൗർലഭ്യം നേരിടുന്ന രാജ്യമായതുകൊണ്ട് സൗദി അറേബ്യ ജലത്തിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതിനായി അവർ അത്യാധുനിക ജലസേചന രീതികൾ ഉപയോഗിച്ചു വരുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ. ഈ രീതി ചെടികളുടെ വേരുകളിലേക്ക് നേരിട്ട് വെള്ളവും പോഷകങ്ങളും എത്തിക്കുന്നു. ഇത് ജലനഷ്ടം വളരെയധികം കുറയ്ക്കുകയും ചെയ്യുന്നു. സബ് സർഫസ് ഇറിഗേഷൻ. വെള്ളം ഭൂമിക്കടിയിലെ കുഴലുകളിലൂടെ വേരുകൾക്ക് നേരിട്ട് നൽകുന്ന രീതിയാണിത്. ഇത് കൂടുതൽ ജലം സംരക്ഷിക്കാൻ സഹായിക്കുന്നു. മൈക്രോ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഈ രീതിയിൽ ചെറിയ സ്പ്രേകളിലൂടെ ചെടികൾക്ക് വെള്ളവും വളവും നൽകുന്നു. ഇത് ജലം സംരക്ഷിക്കാൻ മാത്രമല്ല വായുവിനെ തണുപ്പിക്കാനും സഹായിക്കുന്നു. അക്വാപോണിക്സ്. മത്സ്യവും സസ്യങ്ങളും ഒരുമിച്ച് ഹൈലിലെ സാൽമൺ ഫാമിൽ അക്വാപോണിക്സ് എന്ന നൂതന സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഈ സംവിധാനത്തിൽ മീനുകൾ പുറത്തുവിടുന്ന വിസർജ്യങ്ങൾ ബാക്ടീരിയകൾ വഴി സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന പോഷകങ്ങളായി മാറുന്നു. അതിനുശേഷം സസ്യങ്ങൾ ഈ വെള്ളത്തിൽ വളരുന്നു. പോഷകങ്ങൾ വലിച്ചെടുത്ത ശുദ്ധമായ വെള്ളം പിന്നീട് തിരികെ മത്സ്യങ്ങളുടെ ടാങ്കിലേക്ക് ഒഴുകുന്നു. മണ്ണില്ലാതെ മത്സ്യങ്ങൾ, ബാക്ടീരിയ, സസ്യങ്ങൾ, വെള്ളം എന്നിവ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണിത്. ഈ ഫാമിൽ പ്രതിവർഷം 10 ടൺ പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സംവിധാനത്തിൽ വെള്ളം പുറത്തേക്ക് പോകാത്തതിനാൽ ജലത്തിന്റെ ഉപയോഗം വളരെ കുറവാണ്. ഇത് രാജ്യത്തിന്റെ ജലദൗർലഭ്യത്തെ ഒരു പരിധിവരെ നേരിടാൻ സഹായിക്കുന്നു. നിയോം. സൗദിയുടെ സ്വപ്ന പദ്ധതിയായ നിയോമിലും മത്സ്യകൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിയോമിന്റെ ഭാഗമായ ടോപ്പിയൻ എന്ന കമ്പനി പ്രതിവർഷം 20,000 ടൺ സമുദ്രോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഈ ഫാമിൽ നിന്നുള്ള വെള്ളം നിയോം റീഗ്രീനിംഗ് ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതിക്ക് ഉപയോഗിക്കും. ഈ പദ്ധതിയിലൂടെ 3.7 ദശലക്ഷം ഏക്കർ ഭൂമി പുനഃസ്ഥാപിച്ച് 100 ദശലക്ഷം പ്രാദേശിക മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കാൻ അവർ ലക്ഷ്യമിടുന്നു. ഇതിനെല്ലാം വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. സൗദിയുടെ ജലതന്ത്രം അനുസരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട മലിനജലം മത്സ്യകൃഷിയിൽ നിന്നുള്ള വെള്ളം ഉൾപ്പെടെ കുടിക്കാൻ ഉപയോഗിക്കാത്ത മറ്റ് ആവശ്യങ്ങൾക്കായി വീണ്ടും ഉപയോഗിക്കും. ജലത്തിന്റെ ഓരോ തുള്ളിയും ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മരുഭൂമിയിൽ പച്ചപ്പ് വളർത്താൻ ഇത് വളരെ പ്രയോജനപ്രദമാണ്. മത്സ്യം മാത്രമല്ല, ചെമ്മീൻ പോലുള്ള സമുദ്രജീവികളും സൗദിയുടെ മരുഭൂമിയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. 2023 സൗദിയുടെ ആകെ മത്സ്യ ഉൽപാദനത്തിന്റെ 47%, അതായത് ഏകദേശം 66,400 ടൺ ചെമ്മീനായിരുന്നു. ഇതിലെ പ്രധാന ഉൽപാദകരും നാഖ്വ തന്നെയാണ്. ചെങ്കടലിൽ നിന്ന് ഉപ്പുവെള്ളം ടാങ്കുകളിലേക്ക് പമ്പ് ചെയ്ത് ഒരു അടഞ്ഞ സംവിധാനത്തിലൂടെയാണ് ഈ കൃഷി നടത്തുന്നത്. കൂടാതെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മരുഭൂമിയിൽ കടൽ പായൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ നടത്തുന്നു. മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം.
കൂടാതെ ജൈവ ഇന്ധനങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഔഷധങ്ങൾ എന്നിവയ്ക്കായുള്ള ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതികൂലമായ കാലാവസ്ഥ ഒരു തടസ്സമല്ല. അതിനെ മറികടന്ന് മുന്നോട്ടു പോകാൻ അവർക്ക് തടസ്സങ്ങൾ ഒരു പ്രശ്നമല്ല. തങ്ങളുടെ മരുഭൂമിയിൽ മത്സ്യം വളർത്തി അതിലൂടെ തരിശുഭൂമികളെ കൃഷിയിടങ്ങളാക്കി മാറ്റാനുള്ള സൗദിയുടെ ശ്രമം ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് ഒരു മാതൃകയാകും. ഈ ശ്രമങ്ങൾ വെറും വാക്കുകളല്ല, അത് യാഥാർത്ഥ്യമാക്കാൻ സൗദി അറേബ്യ മുന്നോട്ടു പോകുകയാണ്. വലിയ വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഈ മേഖല സൗദിയുടെ സ്വന്തം മത്സ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടാൻ മാത്രമല്ല, കടലിലെ വിഭവങ്ങൾക്ക് കുറവ് വരുത്താതെ രാജ്യത്തെ പരിസ്ഥിതിയെ പരിപാലിക്കാനും സഹായിക്കുന്നു. മരുഭൂമിയിലെ ഈ പച്ചപ്പ് പ്രതീക്ഷയുടെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. നന്ദി.